ഹലോ ഗൈസ്, കുറേ കാലമായിട്ട് ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. കമ്മലൊക്കെ അവിടെ ഇവിടെയും ചെറവറാന്ന് കിടക്കുകയായിരുന്നു. പലരുടെയും കയ്യിൽ കണ്ടപ്പോൾ ഞാനും വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. അങ്ങനെ ഞാനും അത് വാങ്ങിച്ചു. ഇയറിങ്ങിൻ്റെ ഓർഗനൈസർ കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. ഞാൻ ഫ്ലിപ്കാർട്ടിൻ്റെ ഷോപ്സി ആപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അതിൽ നമുക്കിങ്ങനെ അത് ബ്ലോക്സ് ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ എത്ര സ്പേസ് വേണം, എത്ര ബ്ലോക്ക് വിട്ടിട്ടാണ് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. അങ്ങനെ ഞാനും കുഞ്ഞിയും കൂടെ അതെല്ലാം സെറ്റ് ചെയ്ത് കമ്മലെല്ലാം ഇതേപോലെ സെറ്റ് ചെയ്തു. ഇനി സ്റ്റോണൊന്നും പോവില്ല കമ്മലിൻ്റെ. പിന്നെ ഞാനൊരു സാധനം വാങ്ങിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാൾപേപ്പറാണ്. ഇതെനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് വർക്കൗട്ട് ആവുമോ, റിട്ടേൺ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന പ്രൊഡക്റ്റാണ്. എനിക്ക് എങ്ങനെയാണ് ആക്ച്വലി ഇത് യൂസ് ചെയ്യാമെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പൂജ റൂമിലേക്ക് വേണ്ടിയിട്ടാണ് ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കിച്ചണിലെ വാൾ സ്റ്റിക്കർ പോലെ ആയിരുന്നില്ല, ഇത് കുറച്ചുകൂടെ കട്ടി കൂടിയ ടൈപ്പാണ്. നമ്മൾ പൂജ റൂമിൽ വിളക്കൊക്കെ കത്തിക്കുന്ന സമയത്ത് മെഴുക്കൊക്കെ ആയിട്ട് പെയിൻറ്റിൽ പറ്റി പിടിച്ചിരിക്കും. ഇതിലാകുമ്പോഴത്തേക്ക് ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിലാകുമ്പോഴത്തേക്ക് തുടച്ച് നമുക്ക് കളയാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇത് കുഞ്ഞിയാണ് അത് മുഴുവനും സെറ്റ് ചെയ്തത്. ഇതേപോലെ ജസ്റ്റ് അതിൻ്റെ സ്റ്റിക്കർ എടുത്ത് ഒട്ടിക്കേ വേണ്ടുള്ളൂ. അങ്ങനെ ലാസ്റ്റ് അതെല്ലാം സെറ്റ് ചെയ്തു. ഞാൻ ഒരു 2 പീസ് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ പ്രൊഡക്റ്റും അത്യാവശ്യം വർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്.